ഒഡീഷയിലെ റാംബ വനമേഖലയിൽ വ്യാഴാഴ്ച ഉച്ചയോടെ വെടിയുച്ചകൾ നനച്ചപ്പോൾ അത് കേവലം ഒരു ഏറ്റുമുട്ടലിന്റെ അന്ത്യമായിരുന്നില്ല, മറിച്ച് 4 പതിറ്റാണ്ടായി ഇന്ത്യൻ ഭരണകൂടത്തിന് വെല്ലുവിളി ഉയർത്തിയ ഒരു സമാന്തര സാമ്രാജ്യത്തിന്റെ നട്ടെല്ലാണ് അവിടെ തകർന്നത്. ഭാരതത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണിയായ തലയ്ക്ക് 1.1 കോടി രൂപ വിലയിട്ട കൊടും ഭീകരൻ ഗണേഷ് ഉയിക്കെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇതോടെ ചുവപ്പ് കോറിഡോർ, ചുവപ്പ് ഇടനാഴിയിലെ ഒരു ഇരുണ്ട യുഗത്തിന് ഔദ്യോഗികമായി അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. 69-ാം വയസ്സിലും അതീവ ജാഗ്രത പുലർത്തിയിരുന്ന ഉയിക്കെ എങ്ങനെയാണ് സൈന്യത്തിന്റെ കൃത്യമായ വലയിൽ കുടുങ്ങി എന്നത് രാജ്യം ഉറ്റുനോക്കുന്ന ഒന്നാണ്. കാടടച്ച് വെടിവെക്കുക എന്നതല്ല ഈ ഓപ്പറേഷൻ. മാസങ്ങൾ നീണ്ട ആസൂത്രണമായിരുന്നു ഇതിന് പിന്നിൽ. അത്യാധുനിക ഡ്രോണുകളും സാറ്റലൈറ്റ് നിരീക്ഷണവും ഉപയോഗിച്ച് സൈന്യം ഈ ഭീകരന്റെ ഓരോ ചലനവും നിരീക്ഷിച്ചു. ഒടുവിൽ വനത്തിനുള്ളിലെ രഹസ്യ താവളം വളഞ്ഞ സൈന്യം ഗണേഷ് ഉയിക്കെയും 2 വനിതാ കേഡർമാരടക്കം മറ്റ് 5 പേരെയും വധിച്ചു. സംഘത്തിൽ നിന്ന് ഇൻസാസ് റൈഫിളുകളും അത്യാധുനിക ആയുധങ്ങളും കണ്ടെടുത്തത് ഇവർ വലിയൊരു ആക്രമണത്തിന് തയ്യാറെടുക്കുകയായിരുന്നു എന്നതിന്റെ തെളിവാണ്. ഈ ഓപ്പറേഷനിലൂടെ ഒഡീഷയും ദക്ഷിണേന്ത്യയും തമ്മിലുള്ള മാവോയിസ്റ്റ് ബന്ധമാണ് സൈന്യം അറുത്തുമാറ്റിയിരിക്കുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ മിഷൻ 2026, അതായത് 2026 മാർച്ച് 31 ഭാരതത്തെ നക്സൽ വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഏറ്റവും വലിയ ചുവടുവെപ്പാണത്. ആരായിരുന്നു ഈ ഗണേഷ് ഉയിക്കെ? 1980-കളിൽ തെലങ്കാനയിലെ നൽഗൊണ്ടയിൽ നിന്ന് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയാണ് ഇയാൾ തോക്കിന്റെ വഴിയിലേക്ക് എത്തുന്നത്. 90-കളിൽ ദണ്ഡകാരണ്യ മേഖലയിൽ സംഘടനയെ വളർത്തിയ ഇയാൾ 2000 ആണ്ടോടെ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റിയിലെത്തി സൈനിക നീക്കങ്ങളുടെ മുഖ്യ ആസൂത്രകനായി മാറി. കഴിഞ്ഞ 10 വർഷമായി ഒഡീഷയിലെ ഭീകര പ്രവർത്തനങ്ങളുടെ സർവ്വസൈന്യാധിപനായിരുന്ന ഉയിക്കെ 100 കണക്കിന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ രക്തത്തിന് ഉത്തരവാദിയുമാണ്. ഭാരത സർക്കാർ ഒരു വശത്ത് തോക്കുകൾ കൊണ്ട് മറുപടി നൽകുമ്പോഴും മറുവശത്ത് തെറ്റായ വഴിയിൽ പോയവർക്ക് നേരെ സ്നേഹത്തിന്റെ കൈകളും നീട്ടുന്നുണ്ട്. സ്വയം തിരുത്തി നേർവഴിക്ക് വരാനുള്ള ഒരു അവസരം. കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് പുനരധിവാസ പദ്ധതി ഇന്ന് ആയിരക്കണക്കിന് യുവാക്കളെയാണ് ജീവിതത്തിലേക്ക് തിരികെ കൈപ്പിടിച്ച് നടത്തിക്കുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് മാൽക്കാൻഗിരിയിൽ നമ്മൾ കണ്ടത് ആവേശകരമായ ഒരു കാഴ്ചയായിരുന്നു. 22 മാവോയിസ്റ്റുകളാണ് ആയുധം വെച്ച് കീഴടങ്ങി സർക്കാരിന്റെ സംരക്ഷണത്തിലേക്ക് തിരികെ വന്നത്. ഇവർക്ക് വീട് നിർമ്മിക്കാനുള്ള സഹായവും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യവും തൊഴിൽ പരിശീലനവും സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ട്. തോക്ക് ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ വഴി സ്വീകരിച്ച അവരെ പുതിയ ജീവിതത്തിലേക്ക് ആനയിക്കാൻ സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ വലിയൊരു മാറ്റത്തിന്റെ തുടക്കമാണ്. എന്നാൽ ഇതിന് നേർവിപരീതമായി വ്യാഴാഴ്ച നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട 2 വനിതാ കേഡർമാരുടെ കഥ അത്യന്തം ദയനീയമാണ്. മാവോയിസ്റ്റ് നേതാക്കളുടെ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് ഇരയാകുന്ന പാവപ്പെട്ട ഗോത്രവർഗ പെൺകുട്ടികളാണിവർ. വിപ്ലവത്തിന്റെ പൊള്ളയായ വാഗ്ദാനങ്ങൾ നൽകി കാടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്ന ഇവരെ ഉന്നത നേതാക്കളുടെ സുരക്ഷാ കവചങ്ങളായിട്ടാണ് ഉപയോഗിക്കുന്നത്. കീഴടങ്ങി സമാധാനമായി ജീവിക്കാൻ ഒരവസരം പോലുമില്ലാതെ സ്വന്തം നേതാക്കളുടെ സ്വാർത്ഥതയ്ക്കിരയായി ഒടുവിൽ ആ വനത്തിനുള്ളിൽ ജീവൻ വെടിയേണ്ടി വന്ന ഇവരുടെ വിധി ഏതൊരു ഇന്ത്യക്കാരന്റെയും കണ്ണു നിറയ്ക്കുന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ മാവോയിസ്റ്റ് പുനരധിവാസ പദ്ധതി ഉപയോഗപ്പെടുത്തി അവർക്ക് പുറത്തു വരാൻ നല്ല ബുദ്ധി തോന്നിയിരുന്നെങ്കിൽ ഇന്ന് അവർക്കും ഒരു പുതിയ ജീവിതം ഉണ്ടായേനെ. 69-കാരനായ നേതാവ് തന്റെ 40 വർഷത്തെ ഒളിജീവിതത്തിനിടയിൽ എത്രയോ യുവാക്കളുടെ ജീവിതമാണ് ഇത്തരത്തിൽ ഇല്ലാതാക്കിയത്. അത്യാധുനിക ഡ്രോണുകളും ഇന്റലിജൻസ് സംവിധാനങ്ങളും ഉപയോഗിച്ച് സൈന്യം ഈ ഭീകരനെ ഇത്ര റിസ്ക് എടുത്ത് ഇല്ലാതാക്കുന്നത് വഴിതെറ്റിയ ഒരു തലമുറയെ രക്ഷിക്കാൻ കൂടിയാണ്. നിലവിൽ മാവോയിസ്റ്റ് കേന്ദ്ര കമ്മിറ്റിയിൽ ഇനി അവശേഷിക്കുന്നത് വെറും 2 പേരുകൾ മാത്രമാണ്. നേതൃശൂന്യമായ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു കൂട്ടമായി ഇന്ന് മാവോയിസ്റ്റ് പ്രസ്ഥാനം മാറിയിരിക്കുന്നു. റാംപ് വനമേഖലയിൽ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. കൊല്ലപ്പെട്ടവരുടെ പക്കൽ നിന്ന് ലഭിച്ച ഡയറികളിൽ നിന്നും വരും ദിവസങ്ങളിൽ കൂടുതൽ നിർണായക വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് സൈന്യം പ്രതീക്ഷിക്കുന്നത്. ഭാരതത്തിന്റെ മണ്ണിൽ നിന്ന് നക്സലിസം എന്ന വിപത്ത്, മാവോയിസവും നക്സലിസവും എന്ന വിപത്ത് എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടാൻ ഇനി അധികം നാളുകളില്ല എന്ന് ഈ ഓപ്പറേഷൻ അടിവരയിടുന്നു. ജയ് ഹിന്ദ്.